കർത്താവിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകം യുദ്ധഭീഷണിയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. പ്രത്യേകമായി മധ്യപൂർവേഷ്യ യുദ്ധക്കെടുതിയിലാണ്. ഒത്തിരിയേറെ ആശങ്കകളും വേദനകളും അസ്വസ്ഥതകളും ഇന്ന് നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലുണ്ട്. ഈ ഒരു സമയത്ത് ദൈവജനം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 6-ാം വചനത്തിൽ, നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും, എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്, നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. യുദ്ധങ്ങളെപ്പറ്റി കേൾക്കുമ്പോഴും യുദ്ധക്കെടുതികൾ ലോക ജനതയിൽ പല വിധത്തിൽ നാശനഷ്ടങ്ങളും തകർച്ചകളും ഉണ്ടാക്കുമ്പോൾ, എൻ്റെ ജനമേ, നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുവിൻ. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ കർത്താവ് പറഞ്ഞു, ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, കാലത്തിൻ്റെ അടയാളങ്ങളാണതൊക്കെ. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ നിങ്ങൾ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മറ്റെന്തിനേക്കാൾ ഉപരി ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ, യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളിലും ജനതകളിലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ സമാധാനം ഒഴുകപ്പെടുവാൻ നമ്മളൊരു മനസ്സോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ മാതാവ് മെജൂറിയ മണ്ണിൽ ഇറങ്ങി വന്നപ്പോൾ അമ്മ പറഞ്ഞൊരു സത്യമുണ്ട്. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ശക്തി എൻ്റെ മക്കൾ മറന്നുപോയിരിക്കുന്നു. പ്രാർത്ഥനയിലൂടെ യുദ്ധങ്ങൾ ഇല്ലാതാക്കാമെന്നും ദൈവജനത്തിന് ഉപവാസത്തിലൂടെ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാമെന്നും എൻ്റെ കുഞ്ഞുങ്ങൾ മറന്നുപോയിരിക്കുന്നു. മക്കളെ, പ്രേ 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 നിങ്ങൾ അധികമായി പ്രാർത്ഥിക്കുക, കൂടുതലായി പ്രാർത്ഥിക്കുക, കൂടുതലായി പ്രാർത്ഥിക്കുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കാണുന്ന ഈ അടയാളങ്ങളിലൂടെ സ്വർഗം നമ്മോട് പറയുന്നത് കൂടുതലായി പ്രാർത്ഥിക്കുവാൻ, ലോക സമാധാനത്തിന് വേണ്ടി. ഈ യുദ്ധക്കെടുതികളും യുദ്ധത്തിൻ്റെ തകർച്ചകളും യുദ്ധഭീഷണികളെല്ലാം ജനതകളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് അകന്നു പോകുവാൻ നമുക്ക് കരങ്ങൾ ഉയർത്താം. ലോക സമാധാനത്തിന് വേണ്ടി എത്രയും പെട്ടെന്ന് യുദ്ധങ്ങളെല്ലാം മാറി പ്രത്യാശയുടെ, ആനന്ദത്തിൻ്റെ ഒരു സമൃദ്ധി ലോക ജനതയിൽ മുഴുവൻ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി മധ്യപൂർവേഷ്യയെ നമുക്ക് ഓർക്കാം. എല്ലാവരെയും കർത്താവ് പ്രാർത്ഥിക്കുവാനായി ഉണർത്തട്ടെ. ആമേൻ.